أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. صدق الله العلي العظيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്ത് ഖാഫ് 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണവെപ്രാളം യാഥാർത്ഥ്യമായി വന്നെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദാലിക മാ കുന്ത മിൻഹു തഹീദ്, നീ അതിൽ നിന്ന് വാസ്തവത്തിൽ തെന്നിമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞു. ദാലിക യൗമുൽ വഈദ്, അത് താക്കീദിൻ്റെ ദിവസമാകുന്നു. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്, ഓരോ ദേഹവും അന്ന് വന്നെത്തും. മഅഹാ സായിഖും വശഹീദ്, ആ ദേഹത്തോടൊപ്പം ഒരു നയിക്കുന്നവനും ഒരു സാക്ഷിയും ഉണ്ടാകും. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ യാത്രയെക്കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു. ഫകശഫ്ന അൻക ഗിതാഅക, ഇന്ന് നിന്റെ ആ ആവരണം, ആ മൂടി, അത് നാം വെളിവാക്കിയിരിക്കുന്നു, എടുത്തു മാറ്റിയിരിക്കുന്നു. ഫബസറുക്കൽ യൗമ ഹദീദ്, അതിനാൽ നിന്റെ കാഴ്ച ഇന്ന് മൂർച്ചയേറിയതായിരിക്കുന്നു. ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ നമ്മൾ ഓർക്കുന്നുണ്ടാകും, അള്ളാഹു പറഞ്ഞത്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ്റെ മനസ്സ് അവനോട് മന്ത്രിക്കുന്നതൊക്കെ അവനറിയാം. അള്ളാഹു നമ്മോട് നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്. നാം ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളടക്കം അള്ളാഹുവിനറിയാം. അവനത് രേഖപ്പെടുത്തി വെക്കാൻ അവൻ്റെ അടുത്ത് സംവിധാനമുണ്ട്. കൂടാതെ 2 മലക്കുകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. മരണവെപ്രാളം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലിൽ മൗത്തി ലസക്കറാത്ത്, മരണത്തിന് തീർച്ചയായും ചില വെപ്രാളങ്ങളുണ്ട്. ആ വേദന, മരണത്തിൻ്റെ സന്ദർഭത്തിലുള്ള വേദനയെക്കുറിച്ച് പറയുന്നത്, അത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിരിക്കും. ഏറ്റവും വലിയ, മനുഷ്യന് താങ്ങാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത, അനുഭവിച്ച് മാത്രം മനസ്സിലാവുകയും അനുഭവത്തോടു കൂടി അവൻ ഇവിടെ നിന്ന് ഇല്ലാതായി പോവുകയും ചെയ്യുന്ന ഒരു രംഗമാണ് മരണം എന്ന് പറയുന്നത്. ഇവിടെ അള്ളാഹു പറയുന്നത് അത് യാഥാർത്ഥ്യമായി വന്നെത്തും എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അശ്രദ്ധയിലായി പോകുന്നൊരു സംഗതിയാണ്. മരണം സത്യമാണ് എന്നറിയാമെങ്കിൽ കൂടി ചിലപ്പോഴൊക്കെ എന്നല്ല, മിക്കവാറും ഭൂരിപക്ഷ സമയവും മനുഷ്യൻ ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ്. പരലോകത്തെക്കുറിച്ചുള്ള ഖുർആൻ്റെ ഈ നിരന്തരമായ താക്കീതുകൾ, നിരന്തരമായ മുന്നറിയിപ്പുകൾ, അതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിലും ആ അശ്രദ്ധയിലായിരിക്കുന്ന സന്ദർഭത്തിൽ അത് വളരെ സത്യമായി വന്നെത്തുന്നൊരു സന്ദർഭമാണ് മരണം എന്ന് പറഞ്ഞാൽ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഐഹിക ജീവിതത്തിൽ നമുക്ക് അപ്രത്യക്ഷമായിരുന്ന യാഥാർത്ഥ്യങ്ങൾ അത് മറനീക്കി വെളിപ്പെട്ട് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ രംഗമാണ് മരണം എന്ന് പറയുന്നത്. അത് മരണമാസന്നമായി കഴിയുമ്പോൾ മനുഷ്യന് ബോധ്യപ്പെടും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്ന പരലോകം, മറ്റൊരു ജീവിതം, അവിടുത്തെ സ്വർഗനരകങ്ങൾ, അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ആദ്യത്തെ സന്ദർഭമാണ് മരണം. അവിടെ വെച്ച് മനുഷ്യർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മറ്റ് പ്രവാചകന്മാരൊക്കെ
മുന്നറിയിപ്പ് നൽകിയിരുന്ന രണ്ടാമത്തെ ലോകത്തിലേക്ക് നോക്കി തുടങ്ങുന്ന അവിടെ നിന്ന് അങ്ങോട്ടാണ് അവനത് തൻ്റെ മുന്നിൽ യാഥാർത്ഥ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് വജാഅത് സക്രത്തുൽ മൗത്തി ബിൽ ഹഖ്, യാഥാർത്ഥ്യവുമായിട്ട് മരണം വന്നെത്തുക എന്ന്, അല്ലെങ്കിൽ മരണവെപ്രാളം വന്നെത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നത്. ഇവിടെ വെച്ച് പരലോകം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും യാഥാർത്ഥ്യമാണ് എന്ന് മനുഷ്യന് ബോധ്യപ്പെടും. തൻ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുന്നത് സൗഭാഗ്യവാനായിട്ടാണോ അല്ലെങ്കിൽ ദൗർഭാഗ്യവാനായിട്ടാണോ എന്ന വസ്തുതയും അപ്പോൾ തന്നെ മനുഷ്യന് മനസ്സിലാകും. അതായത് ഒരു മനുഷ്യൻ്റെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് മരണം എന്ന് പറയുന്നത്. ആ മരണത്തിൻ്റെ സന്ദർഭം എത്തുമ്പോൾ ആ മലക്കുൽ മൗത്ത് നമ്മളെ സമീപിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നല്ല ആത്മാവ് മരിക്കുന്നത് എങ്ങനെയാണ്, ചീത്ത ആത്മാവ് മരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ വിശദമായി നബി പറഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ വേറൊരു സന്ദർഭത്തിൽ പറയാം. പക്ഷേ നല്ല ആത്മാക്കളാണ് മരിക്കുന്നതെങ്കിൽ ആ ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കുകളുടെ രൂപം കണ്ടിട്ട് നമുക്ക് ബോധ്യപ്പെടും അത് നമ്മൾ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്കാണോ പോകുന്നത്, അല്ല ദൗർഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നരകത്തിലേക്കാണോ പോകുന്നത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മെല്ലാവരെയും നല്ല മരണം മരിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, നീ അതിൽ നിന്ന് ഓടിയകലുന്ന ആളായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അതായത് മനുഷ്യൻ ഈ മരണത്തെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ ആളുകളെ കണ്ടിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവർ പറയുന്നൊരു സംഗതി, ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുന്നത് എന്തിനാ, അത് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്താൽ പോരെ, അതിനെ അഭിമുഖീകരിച്ചാൽ പോരെ എന്നാണ്. പക്ഷേ അതല്ല, മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലെ ഒരു നിലപാടുണ്ടാകേണ്ടത്. അത് മുഖേന മാത്രമേ അവന് നന്മകൾ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ അള്ളാഹു പറയുന്ന മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അതിൽ നിന്ന് മനുഷ്യൻ ഓടിയകലുകയായിരുന്നു. ഒരു ഇഹലോകത്ത് ഒരു നിയന്ത്രണവുമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കണമെന്നും മരണാനന്തരം ഇങ്ങനെ കർമ്മങ്ങളുടെ ഫലം അംഗീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ, എന്നൊക്കെ സത്യവിശ്വാസികളും അതുപോലെ ഖുർആനിൻ്റെ വചനങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ അതൊന്നും എനിക്ക് സംഭവിക്കില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, എനിക്കിപ്പോൾ സ്വതന്ത്രമായി ജീവിക്കണം, ഒറ്റ ഒരു ജീവിതമുള്ളൂ, ആ ജീവിതം പരമാവധി ആസ്വദിക്കണം എന്നൊക്കെയായിരുന്നു മനുഷ്യൻ്റെ മോഹം. ആ മോഹത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ ദാലിക മാ കുൻത മിൻഹു തഹീദ്, നീ അതിനെക്കുറിച്ച് അതിൽ നിന്ന് ഓടി അകലുകയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരലോക സങ്കല്പം തന്നെ അതിൽ നിന്ന് തന്നെ അകന്നു മാറി കഴിയുകയായിരുന്നു മനുഷ്യൻ. ആ ഒരു പരലോകം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉൾക്കൊള്ളാൻ അവൻ തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ കണ്ടുകൊള്ളുക, ആ മറുലോകം നിന്റെ മുന്നിൽ സമാഗതമായിരിക്കുന്നു. പിന്നെ അള്ളാഹു പറയുന്നത് വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. ആ കാഹളത്തിൽ ഊതപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ്, നിനക്ക് മുന്നറിയിപ്പ് ലഭിച്ച ആ ദിവസമാണ് ഇത്, കാഹളത്തിൽ ഊതപ്പെടുക. അപ്പോൾ കാഹളം ഊതുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായി പല സൂറത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നംൽ, അതുപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിം, സൂറത്തുൽ അൻആം, സൂറത്തു താഹ ഒക്കെ, സൂറത്തു സുമർ, അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ശരിക്കും 3 തരം ഊത്താണ് കാഹളത്തിൽ ഉണ്ടാവുക. ഒന്ന്, ആദ്യത്തെ ഊത്ത് കേൾക്കുമ്പോൾ സകല സൃഷ്ടികളും വെപ്രാളപ്പെട്ടു പോകും. ഇത് യൗമ നഫ്ഖത്തുൽ ഫസ്അ എന്നാണ് അറിയപ്പെടുന്നത്. വയൗമ യുൻഫഖു ഫിസ്സൂരി ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്. അത് നഫ്ഖത്തുൽ ഫസ്അ, അതായത് ഭീതിയുടെ ഊത്ത്. രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തു സൈഖ്, വനുഫിഖ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള്. അത് സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഊത്ത്. മൂന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഖിയാമി ലി റബ്ബിൽ ആലമീൻ,
അള്ളാഹുവിന് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് ചെല്ലുന്ന ഊത്ത്. അതും സൂറത്തു സുമറിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സുമ്മ നുഫഖ ഫീഹി ഉഖ്റ ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ. അവർ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ഒന്നാമത്തെ ഊത്തിൽ മനുഷ്യൻ പേടിക്കുകയും രണ്ടാമത്തെ ഊത്തിൽ മനുഷ്യരെല്ലാവരും മരിച്ചു വീഴുകയും മൂന്നാമത്തെ ഊത്തിൽ എല്ലാവരും എഴുന്നേറ്റ് റബ്ബിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രംഗം. അപ്പോൾ ഇത് മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ കാഹളത്തിൽ ഊത്ത് എന്നൊക്കെ പറയുന്നത്. കാഹളം എന്ന് പറഞ്ഞാൽ എന്താണത്? ബ്യൂഗിൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ സംഗതി, അത് പിന്നെ മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കെങ്ങനെ സ്വസ്ഥമായിരിക്കാൻ കഴിയും? അപ്പം ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ ഈ കാഹളം ഊതാൻ വേണ്ടി തയ്യാറായിരിക്കെ എനിക്കെങ്ങനെ സ്വസ്ഥമായി ഇരിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം അതേത് സമയത്തും സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ്. ആ സന്ദർഭത്തിൽ ഭൂമി മുഴുവൻ തകരാറിലാവും. അന്ത്യനാളിൻ്റെ ആ ഒരു രൗദ്രഭാവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പറയുന്നുണ്ടല്ലോ. ഭൂമിയും ആകാശവും ഒക്കെ ഇങ്ങനെ എടുത്തെറിയപ്പെടും, പിന്നെ പർവ്വതങ്ങളൊക്കെ പൊടിയാക്കപ്പെടും. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി കിടകിട വിറപ്പിക്കപ്പെടും, അതിലെ ഭാരങ്ങൾ പുറന്തള്ളും എന്നൊക്കെ പറയുന്ന ആ ഒരു ഭീകരമായ രംഗങ്ങൾ അവിടെ സംഭവിക്കും. ഇതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, പിന്നെ ആ സന്ദർഭത്തിൽ അതൊരു അള്ളാഹു വാഗ്ദത്തം ചെയ്തിരുന്ന, താക്കീത് ചെയ്തിരുന്ന ആ ഒരു രംഗം അവിടെ മനുഷ്യൻ്റെ മുന്നിൽ വളരെ പ്രത്യക്ഷമായി മനുഷ്യൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ് വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഓരോ ദേഹവും അന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് വരും. ഒരാൾ നയിക്കുന്ന ആളുണ്ടാവും, മറ്റൊരാൾ സാക്ഷിയായിട്ടുണ്ടാവും. അതായത് മനുഷ്യനൊപ്പം ഉണ്ടായിരുന്ന ആ രണ്ട് മലക്കുകൾ, റഖീബ് അതീദ് എന്ന് പറയുന്ന മലക്കുകളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പത്തെ സൂക്തത്തിൽ പറഞ്ഞല്ലോ. ആ രണ്ട് മലക്കുകളും ഈ കാഹളധ്വനി ഉയരുമ്പോൾ, മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള കാഹളധ്വനി ഉയരുമ്പോൾ ഓരോ മനുഷ്യനും അവൻ എവിടെയാണോ മരിച്ചു വീണത് അവിടെ നിന്ന്, ഖബറിലാണെങ്കിൽ അവനെ ഖബറടക്കിയിട്ടുണ്ടെങ്കിൽ ഖബറിടത്തിൽ നിന്ന്, സമുദ്രത്തിൻ്റെ അടിയിൽ പോയി മരിച്ച ആളാണെങ്കിൽ അവിടെ നിന്ന്, ചിതയിൽ ദഹിപ്പിച്ച് കളഞ്ഞ മനുഷ്യനെ അവിടെ നിന്ന്, അങ്ങനെയൊക്കെ എവിടെയാണോ മനുഷ്യൻ ഉണ്ടായിക്കിടന്നിരുന്നത് അവിടെ നിന്ന് ഈ രണ്ട് മലക്കുകൾ അവനെ തെളിച്ച് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് കൊണ്ടുപോകും. ഒരു മലക്ക് അവനെ നയിക്കാനുണ്ടാകും, മറ്റൊരു മലക്ക് അവൻ്റെ കർമ്മരേഖകൾ കൂടെ വഹിക്കുന്ന. ഇപ്പോൾ ഫയലുകൾ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കോടതിയിലെ ഉദ്യോഗസ്ഥനെ പോലെ ഒരർത്ഥത്തിൽ മലക്കുകൾ അവൻ്റെ പിന്നെ കർമ്മരേഖയുമായിട്ട് അവനോടൊപ്പം പോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ പറയുന്നത്. ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫ്ന അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ഈ ദിവസത്തെക്കുറിച്ച്, ഈ ഒരു സംഭവത്തെക്കുറിച്ച് നീ അശ്രദ്ധനായിരുന്നു, പക്ഷേ നിൻ്റെ ആ അശ്രദ്ധയുടെ ആവരണം ഞാനിതാ എടുത്തു കളയുന്നു. ഇന്ന് നിൻ്റെ കണ്ണ് അല്ലെങ്കിൽ നിൻ്റെ കാഴ്ച വളരെ ഷാർപ്പാണ്, വളരെ മൂർച്ചയുള്ളതാണ്. അതായത് പ്രവാചകവര്യന്മാർ നിന്നെ താക്കീത് ചെയ്ത ആ സംഗതികളെല്ലാം ഇവിടെ ഇതാ ഉണ്ട് എന്ന് ഇപ്പോൾ നീ നല്ലവണ്ണം കാണുന്നു എന്നർത്ഥം. അപ്പോൾ മനുഷ്യൻ അശ്രദ്ധയിലായ ഒരു സംഗതിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ നമ്മെ താക്കീത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ജീവിതത്തെ നന്നാക്കി തീർക്കുകയും നാളെ ആ ഒരു ഭീതിതമായ ദിവസത്തിന് പിന്നെ നമ്മെല്ലാവരെയും തയ്യാറാക്കുകയും ചെയ്യുന്നതിന് ഈ ഖുർആൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.